ബിബിൻ കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ പറയുന്ന 6 നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഈ 6 നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷേ നിങ്ങളുടെ മക്കളാവാം ഈ നക്ഷത്രത്തിലുള്ളത്, ഭാര്യ, ഭർത്താവ്, പിതാവ്, മാതാപിതാക്കൾ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു കുടുംബത്തിലെ അംഗം നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ താമസിക്കുന്നതിൽ ഈ ഒരു നക്ഷത്രത്തിലുള്ള ഈ 6 നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ 3 പേരുണ്ടാവാം, 4 പേരുണ്ടാവാം, എങ്ങനെ ആണ് കണക്കെങ്കിലും ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കേട്ട് ഭയക്കുകയൊന്നും വേണ്ട, നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആ നക്ഷത്രത്തിൻ്റെ പ്രയോജനങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സൈക്കോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോട്ട് ചെയ്യുക. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ നക്ഷത്രമായിട്ട് നമ്മൾ പറയുന്നത് ചോദ്യ നക്ഷത്രത്തെക്കുറിച്ചാണ്. ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായി ഉയർച്ച ലഭിക്കും. നിങ്ങൾ ചിലപ്പോൾ ചോദ്യ നക്ഷത്രത്തോട് പൊരുത്തമുള്ള ആളാകണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ആരാണ് ചോദ്യയിലുള്ളത്, അല്ലെങ്കിൽ സഹോദരങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്, അതിൽ ചോദ്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ പൊരുത്തമില്ലാത്ത ആളായിരിക്കാം. ചില സമയം അവരോട് വാക്കുതർക്കങ്ങൾ ഉണ്ടായെന്നും വരാം. പക്ഷേ എങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ധാരാളം കഴിവുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരു മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഉയർച്ചയിലേക്ക് അവരെത്തും. അതുപോലെ വളരെയധികം കണക്ക് പോലുള്ള മേഖലകളിലും അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡിലുമൊക്കെ വലിയ രീതിയിൽ തിളങ്ങാനുള്ള കഴിവ്, അതുപോലെ മെക്കാനിക്കൽ മൈൻഡ്, ബിസിനസ്, വാണിജ്യപരമായി ഭൂമി കച്ചവടം തൊട്ട് വലിയ വലിയ നിലയിൽ ബിസിനസ് പ്ലാൻ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അവർക്ക് വേണ്ട കാര്യം വിദ്യാഭ്യാസമാണ്. അവർക്ക് ഉദ്ദേശിക്കുന്ന അത്ര അളവിൽ പ്രയോജനപ്രദമായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ മികച്ച വ്യക്തിത്വങ്ങളിൽ ഒന്നായി തീരുവാൻ ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും സാധിക്കും. അപ്പം ഭവനത്തിലുള്ള മറ്റുള്ളവരാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ആളൊരു ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട ആളാണെങ്കിലും സ്വയം മനസ്സിലാക്കുക, ഇത്തരം കഴിവുകൾ നിങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു രഹസ്യം മനസ്സിലാക്കാതെ ആയിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ഇതൊരു തിരിച്ചറിവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, കൂടുതൽ അറിവ് നിങ്ങൾ സമ്പാദിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ അറിവ് സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട ആൾ അറിവ് സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മാതാപിതാക്കളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവർക്ക് പ്രയോജനപ്പെടുന്ന ആ കാര്യങ്ങൾ, ആളുടെ സ്വഭാവ രീതി ഇന്ന രീതിയിലാണ്, ആ വ്യക്തിക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് സാമ്പത്തികമായി ഉയർച്ച കിട്ടുമെന്ന് മനസ്സിലായി. ചോദ്യ നക്ഷത്രത്തിലുള്ള ഒരാളും ഭവനത്തിലുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള സമ്പത്തിൻ്റെ വരവും ഐശ്വര്യങ്ങളും വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട വീട്ടിൽ ആളുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ഒരു വിധത്തിലും ദാരിദ്ര്യം കടന്നു വരത്തില്ല എന്നുള്ള രഹസ്യം കൂടി മനസ്സിലാക്കുക. വളരെയധികം സാമ്പത്തികമായിട്ട് ഉയരുന്ന ഒരു നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം. അപ്പം മനസ്സിലാക്കുക, മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട കുട്ടിയുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ചോദ്യ നക്ഷത്രം മാതാപിതാക്കളാണ്, കുട്ടിയുടെ നക്ഷത്രം വേറെയാണ്. ഈ കുട്ടികൾ ഇപ്പം മുതിർന്ന ഒരാൾ, നിങ്ങളൊരു 25 വയസ്സുള്ള ആളാണെന്ന് കരുതുക. നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ചോദ്യ നക്ഷത്രമാണെങ്കിൽ ആ വ്യക്തി മുഖേന നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതും, നിങ്ങൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി അവർ ശ്രമിക്കുമെന്നുള്ള കാര്യവും, നിങ്ങൾക്ക് പൊരുത്തമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല എന്നും, എല്ലാവരെയും ഒരേ കണ്ണിൽ സ്നേഹിക്കുന്ന ആളാണ് ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട ആളാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളാണെങ്കിൽ ഓരോരോ ഫലങ്ങളാണ്. എന്നാലും ഐശ്വര്യമുള്ളൊരു നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം. ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ഭവനത്തിലുള്ളത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ഭവനത്തിലുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യത്തിൽ സഹകരണ മനോഭാവം ഉള്ളവരാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർ. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ചില സമയങ്ങളിൽ ചിലപ്പോൾ വാക്കുതർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടായെന്ന് വരാം. അത് അപ്പോഴത്തെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണെന്ന് കരുതുക. അത് കഴിയുമ്പോൾ അവർ വളരെയധികം ശാന്തരാവാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൃഗം എന്ന് പറയുന്നത് ആനയാണ്. അപ്പോൾ ആന എന്ന് പറയുന്ന ഒരു ജീവിക്ക് അമിതമായി ചൂട് താങ്ങാൻ പറ്റുകയില്ല. ചെറിയ മുറിവുകളോ പോറലോ പോലും സഹിക്കാൻ പറ്റുകയില്ല. അത് അവരുടെ മനസ്സിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കും. മറ്റ് ഉള്ള നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ശാരീരികമായി ഏൽക്കുന്ന പരുക്കോ അപകടങ്ങളോ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടു നടക്കുമ്പോൾ നമുക്കറിയാം എത്ര വലിയൊരു ആനയാണ്. ഒരു ആനയ്ക്ക് അത്രയും ശക്തി ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ സൂചി മതി, അല്ലെ ഒരു ഉറുമ്പിൻ്റെ കടി മതി, ആനയുടെ സ്വഭാവം മാറും. അപ്പോൾ ആന നക്ഷത്രത്തിൻ്റെ മൃഗമായി നിൽക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ചെറിയൊരു അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ മുഴുവൻ കോൺസെൻട്രേഷൻ മാറാറുണ്ട്. പക്ഷേ എങ്കിലും അവർ കൃത്യ നിർവഹണത്തിൽ നിന്ന് പിന്തിരിയാറില്ല. ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യും. പക്ഷേ
ആരെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശാരീരികമായി അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നൊരു ജീവിയാണ് ആന. എല്ലാ ജീവികൾക്കും കരുത്തുണ്ട്, ശാന്ത സ്വഭാവമുള്ളതാണ്. പക്ഷേ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നോക്കണ്ട എന്ന് പറയുന്നൊരവസ്ഥയാണ് ആനയ്ക്കുള്ളത്. അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വരാൻ ചെറിയ കാരണങ്ങൾ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് മതി, ആരോഗ്യ പ്രശ്നം മതി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ദേഷ്യത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് ചിലപ്പം മറ്റുള്ളവർക്ക് ദേഷ്യമോ വെറുപ്പോ ഇവരോട് തോന്നും, അത് സ്വാഭാവികമാണ്. അതുപോലെ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇവർ നന്നായിട്ട് നമ്മളെ നയിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ആളുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെയധികം ശാന്തരും, കൂട്ടത്തിൽ നമുക്ക് ഏതൊരു കാര്യത്തിലും പൊരുത്തമില്ലാത്തവർക്കും പൊരുത്തമുള്ളവർക്കും രേവതി നക്ഷത്രക്കാരെ കൂട്ടത്തിൽ പെടുത്തി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ചതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. മറ്റ് ചില നക്ഷത്രക്കാർ ചിലപ്പോൾ പൊരുത്തമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ചിലപ്പോൾ ചതിക്കാനോ വഞ്ചിക്കാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ രേവതി നക്ഷത്രക്കാരെ അങ്ങനെ ചതി ചെയ്യുന്ന ആളുകളല്ല. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. രേവതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരാണ് അല്പം സ്വാർത്ഥ സ്വഭാവമുള്ളവരായിരിക്കും. രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ അത്ര സ്വാർത്ഥ സ്വഭാവം ഉള്ളവരല്ല എന്നുകൂടി മനസ്സിലാക്കുക. എങ്കിലും പൊരുത്തമില്ലാത്ത ആളുകളോട് ഒരുപക്ഷെ അവർക്ക് ദേഷ്യം തോന്നുമെങ്കിലും ഒരാൾ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വെറുപ്പോടെ മുഖമൊന്നും തിരികില്ല. രണ്ട് ആളുകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണ്. അപ്പം ഭവനത്തിൽ രേവതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഭവനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ പുരാട നക്ഷത്രക്കാർ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരാട നക്ഷത്രക്കാരുടെ മൃഗമെന്ന് പറയുന്നത് വാനരമാണ്. അപ്പം ചില സമയങ്ങളിൽ വാനരമായ ചില സ്വഭാവങ്ങൾ കാണിക്കുക. അത് ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ കുടുംബ അംഗങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു വരുംപരാഴിക മനസ്സിലാക്കിയെടുക്കുവാനും വളരെ വിദഗ്ധമായി ഒരു ജോലി ചെയ്തു തീർക്കുവാനും പുരാട നക്ഷത്രക്കാർക്ക് കഴിവുണ്ട്. ഇവരെ ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലുണ്ട്, അവരുടെ സഹായം നമ്മൾ തേടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലുമുള്ള സഹായവും സഹകരണങ്ങളും കൃത്യമായ വഴികളും അവർ പറഞ്ഞു തരുന്നതാണ്. അവർക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അവരോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വഴി അവർ തേടിക്കൊണ്ട് വരുന്നതാണ്. അങ്ങനെയുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു നക്ഷത്രമാണ് പൂരാടം എന്ന് പറയുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൂരാടമായിട്ട് പൊരുത്തമില്ലാത്ത ആളുകൾ ഭവനത്തിലുണ്ട് എങ്കിൽ അവരുമായിട്ട് ചില സമയം വാക്കുതർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം പൂരാടം നക്ഷത്രത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ കുട്ടിയെ നല്ല രീതിയിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡ് പോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും അങ്ങനെയുള്ള മേഖലകൾ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെയധികം അവർ സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തുമെന്ന് മനസ്സിലാക്കുക. വളരെയധികം ജീവിതത്തിൽ പ്ലാനുകളും ഒരുപാട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു വാശിയുള്ള ഒരു നക്ഷത്രം തന്നെയാണ് പൂരാടം എന്ന് പറയുന്നത്. അവരെ മാനസികമായിട്ട് തളർത്താതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവർ വളരെയധികം കാര്യങ്ങൾ ജീവിതത്തിൽ ഗവേഷണ ബുദ്ധിയുള്ള നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും മാനസികമായി നമ്മൾ താഴോട്ട് വലിക്കാൻ പാടില്ല. അവർക്ക് ഉന്നമനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സഹായ സഹകരണത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് അതിൻ്റെ ഐശ്വര്യങ്ങൾ വരുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ജീവിതത്തിൽ വളരെയധികം നല്ല ഒരു സ്ഥാനത്ത് ചെല്ലുന്ന നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. സ്ത്രീയാണേലും പുരുഷനാണേലും അതിനനുസരിച്ചുള്ള ഗുണഗണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, പുരാട നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം കലാപരമായ കഴിവുണ്ട്. അവരെ കലാപരമായ ഫീൽഡുകളിലേക്ക് വിടുകയാണെങ്കിൽ വളരെയധികം ഉയർച്ച ആ കുടുംബത്തിനുണ്ടാകും. കലാപരമായ ഫീൽഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ ധനം സമ്പാദിക്കുകയും കഴിവുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. മറ്റ് നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ധനസമ്പാദനത്തിനോട് ചിലപ്പോൾ അത്ര താല്പര്യം കാണുകയില്ല. എല്ലാം ഒരു നന്മ പ്രവൃത്തി എന്ന രീതിയിൽ കൊണ്ട് ചെന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ രോഹിണി നക്ഷത്രക്കാർ കൃത്യമായ കണക്കും പ്ലാനുകളും വെച്ച് എല്ലാം സാമ്പത്തികത്തിൻ്റെ പിന്നാലെ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആ കുടുംബം വിജയിക്കും, പേരും പ്രശസ്തിയും ഉണ്ടാകുമെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പം വളരെയധികം ഉയർച്ചയിൽ എത്താനായിട്ട് കഴിവും സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ വളർച്ച നേടുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. അതുകൊണ്ട് രോഹിണി നക്ഷത്രത്തിലുള്ള ഒരാൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ വളരെയധികം ഐശ്വര്യമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ രോഹിണി നക്ഷത്രത്തിലുള്ളവർ നിങ്ങളുടെ ഭവനത്തിലുള്ളത് ഐശ്വര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരെ കുറിച്ചാണ്. പൂരം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീ ആയാലും പുരുഷനായാലും ഭവനത്തിലുള്ളത് വളരെയധികം ഐശ്വര്യമാണ്. സ്പോർട്സിൻ്റെ മേഖലകളിലേക്ക് ഇവരെ ശ്രദ്ധ തിരിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും സ്പോർട്സ് മേഖലകളിൽ വളരെയധികം ഉയർച്ച പ്രാപിക്കാനുള്ള കഴിവ് പൂരം നക്ഷത്രമുണ്ട്. മാത്രമല്ല നല്ല ആരോഗ്യമുള്ള ആളുകളാണ്. ഒപ്പം തന്നിഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവരുടെ പ്ലാനിൽ നിന്ന് പുറകിലോട്ട് കൊണ്ടുവരാൻ ആരെക്കൊണ്ടും സാധിക്കില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തന്നെ
അവരെ വിടാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അവരെ സ്വാതന്ത്ര്യം കെടുത്തി വെച്ചെന്ന് പറഞ്ഞാലും അവർ ആ കൃത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് അവർ നീങ്ങിയിരിക്കും, അവരുടെ പ്ലാനിലേക്ക് അവർ നീങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട അഭിനയം, നൃത്തം, സംഗീതം, അതുപോലെ തന്നെ ചിത്രരചന പോലുള്ള കാര്യങ്ങളും എല്ലാം അവരെ ഒരു മുൻകൈ കൊടുത്ത് വിടുകയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ അവർ സാമ്പത്തികമായി രക്ഷപ്പെടും. ഇപ്പോൾ പൂരം നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ നിങ്ങളുടെ ഭവനത്തിലുള്ളത് വളരെ ഐശ്വര്യമാണ്. അടുത്താണ് നമ്മൾ അവസാനത്തെ നക്ഷത്രം പറഞ്ഞു. അവസാനത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ഭഗവാൻ ശിവൻ്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഐശ്വര്യം ഭവനത്തിലേക്ക് ലഭിക്കുന്നതാണ്. ഇവരുള്ളതുകൊണ്ട് എന്താ ഐശ്വര്യം ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം, പണം, സമ്പത്ത്, വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ആകർഷിക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ. തിരുവാതിര നക്ഷത്രക്കാർ ഏത് ഭവനത്തിലുണ്ടെങ്കിലും ആ ഒരു ഭവനത്തിന് വളരെയധികം വാഹന യോഗം ഉണ്ടാവും, വിദേശ യോഗം ലഭിക്കും, അതുപോലെ തന്നെ സാമ്പത്തിക യോഗം ലഭിക്കും, വസ്ത്രങ്ങൾ ധാരാളമായി ലഭിക്കും, സ്വർണ്ണ ആഭരണങ്ങൾക്കും യാതൊരു കുറവും സംഭവിക്കുകയില്ല. ആ ഭവനത്തിലുള്ള അത്രയും ആളുകൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും. അതാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഒന്നും പിടിച്ചു വെക്കുന്ന ആളുകളല്ല. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ലഭിക്കുന്നതാണ്. തിരുവാതിരപ്പെട്ട സ്ത്രീകളാണ് ഭവനത്തിലെങ്കിൽ കൂടുതലായിട്ട് ആ ഭവനത്തിലേക്ക് സ്വർണത്തിൻ്റെ വരവും വസ്ത്രത്തിൻ്റെ വരവും സമ്പത്തിൻ്റെ വരവും കൂടുതലായിരിക്കും. വിദേശ പണം, അതുപോലെ വിദേശ വാസയോഗം, അതായത് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ മാതാപിതാക്കൾക്ക്, തിരുവാതിര നക്ഷത്രത്തിൽപ്പെടുന്ന ആളുടെ മാതാപിതാക്കൾക്ക് വിദേശയോഗം, ബന്ധുക്കൾക്ക്, സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വിദേശയോഗം ഒന്നിച്ച് ലഭിക്കുന്ന ഒരു ഭാഗ്യവും കൂടി ലഭിക്കും. തിരുവാതിരപ്പെട്ടത് പുരുഷനാണെങ്കിൽ തീർച്ചയായും ആ ഒരു പുരുഷൻ വളരെ കായികമായി ശക്തനായിരിക്കും, ആരോഗ്യവാനായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ഉയർച്ച ലഭിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കാതെ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തു ആ കുടുംബത്തിന് കംപ്ലീറ്റ് ആയിട്ട് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായും വളരെയധികം ഉയർച്ചയിലേക്ക് പോകുന്നത് മനസ്സിലാക്കുക. തിരുവാതിര നക്ഷത്രക്കാർ നൃത്തം, സംഗീതം, അതുപോലെ വൈദ്യ മേഖല തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ അതിയായ കോപം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ കോപം തണുക്കുന്നവരെ അവരോട് വാക്കുതർക്കത്തിന് പോകാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രുദ്രശിവനാണ് ഇവരുടെ ദൈവം. അതുകൊണ്ട് തന്നെ വളരെ രീതിയിൽ ഇവർ ഭയാനകമായി ചിലപ്പോൾ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. 60% ഭാഗമായിട്ട് ഉൾക്കൊള്ളുക. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച നക്ഷത്രങ്ങൾ ചോതി, രേവതി, പൂരാടം, രോഹിണി, പൂരം, തിരുവാതിര, ഇത്രയും നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ 6 നക്ഷത്രങ്ങൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, ഈ 6 നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ താമസിക്കുന്നുണ്ടെങ്കിൽ വളരെ ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.